ബസന്തിലേക്ക് പോവുകയാണ്. ബസന്ത്, ഏത് രീതിയിലുള്ള പ്രഹരശേഷിയാണ് ഈ ആക്രമണത്തിൽ ഉള്ളത്? കാരണം സിവിലിയൻസ് അവരെക്കുറിച്ച് ആ കേന്ദ്രങ്ങളിൽ എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്? ഇപ്പോൾ ദോഹയിലാണെന്നാണ് പറയപ്പെടുന്നത് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് എന്നാണ് സ്ഥിരീകരണം വരുന്നത്? ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സസിന്റെ സ്ഥിരീകരണം സംബന്ധിച്ച് അവരുടെ അറിയിപ്പ് സംബന്ധിച്ച് എന്തൊക്കെ നൽകാൻ കഴിയും വിവരങ്ങൾ? പ്രജീഷ, ഇന്ന് വൈകിട്ടാണ് ഇപ്പോൾ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് തന്നെ ഔദ്യോഗികമായി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ഹമാസിനെയാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അതായത് ദോഹ കേന്ദ്രീകരിച്ചുള്ള ഹമാസ് നേതൃത്വത്തിൽ ലക്ഷ്യമിട്ടുള്ള ഒരു ആക്രമണം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ ഇസ്രായേൽ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഈ മധ്യസ്ഥ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഹമാസ് നേതാക്കൾ ദോഹ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒക്ടോബർ 7-ാം തീയതി ഒരു കൊല്ലം മുമ്പ് ഇസ്രായേലിൽ ആക്രമണം നടത്തിയ ഹമാസ് ഭീകരരുടെ ആ നടപടിക്ക് ശേഷം ദോഹയിലെ അവരുടെ ആസ്ഥാനത്ത് വെച്ചിട്ടുള്ള ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതായത് ദൈവത്തോട് നന്ദി പറയുന്ന തരത്തിലുള്ള ചില ദൃശ്യങ്ങളാണ് അന്ന് പുറത്തു വന്നത്. അത് ഹമാസിൻ്റെ നേതൃത്വമായിരുന്നു അന്ന് ദോഹ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചപ്പോൾ. ആ കെട്ടിടങ്ങൾ ഞങ്ങൾ ടാർഗറ്റ് ചെയ്തു, ലക്ഷ്യമിട്ടു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സസ് ഇപ്പോൾ ഔദ്യോഗികമായി വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത്. അതായത് ദോഹയിലെ മറ്റ് ജനങ്ങളെയോ അല്ലെങ്കിൽ അധികാരികളെയോ ഒന്നുമല്ല, ഹമാസിൻ്റെ കേന്ദ്രങ്ങളെ, ഭീകര പ്രവർത്തനവുമായി ബന്ധപ്പെട്ട നേതൃത്വം നൽകുന്ന ഹമാസിനെ ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് ഞങ്ങൾ നടത്തിയത് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സസ് വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെയും ദോഹയിൽ കേന്ദ്രീകരിച്ചുള്ള ഈ ഹമാസിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെ ഇസ്രായേലിൻ്റെ നീക്കങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇത്ര നേരിട്ടുള്ള ഒരു ആക്രമണം ഒരുപക്ഷെ ഞെട്ടിപ്പിക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായി ഏറ്റവും അടുത്ത നയതന്ത്ര ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ് ദോഹ. അപ്പോൾ ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ ഒരു പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. ഇസ്രായേലിൻ്റെ ഈ ഒരു ആക്രമണത്തിൽ ഇന്ത്യയുടെ ഒരു പ്രതികരണം ഇതുവരെ വന്നിട്ടുമില്ല. അവിടെ നിരവധി ഇന്ത്യൻ ഡയസ്പോറ അല്ലെങ്കിൽ ഇന്ത്യൻ വംശജരുള്ള ഒരു സ്ഥലമാണ് ദോഹ എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ആദ്യ വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ റോയിട്ടേഴ്സ് പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് വലിയ തോതിലുള്ള സ്ഫോടനങ്ങൾ അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അത് സ്ഥിരീകരിച്ചുകൊണ്ടാണ് IDF അല്ലെങ്കിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സസ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതായത് ഞങ്ങൾ ഹമാസിൻ്റെ കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്നുള്ളത്. ഇനി ഉള്ള തുടർ നീക്കങ്ങൾ സംബന്ധിച്ചും ഓപ്പറേഷൻ സംബന്ധിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സസ്, IDF ആൻഡ് ISA ചേർന്നുകൊണ്ടുള്ള ഓപ്പറേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നീക്കങ്ങൾക്കിടെയാണ് ഇപ്പോൾ ഖത്തർ ഈ സംഭവത്തെ അപലപിച്ചുകൊണ്ട് ബസന്ത് രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ മറ്റ് പ്രതികരണങ്ങൾ, അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ, അമേരിക്കയുടെ മറ്റെന്തെങ്കിലും നീക്കങ്ങൾ, ഇത് സംബന്ധിച്ചൊക്കെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? പ്രതീക്ഷ, ഇതിൽ ശ്രദ്ധേയമായ ഒരു വസ്തുത ഒരു പക്ഷേ ദോഹയിലേക്ക് അല്ലെങ്കിൽ ഖത്തറിലേക്ക്, മിഡിൽ ഈസ്റ്റിലേക്ക് ഇസ്രായേൽ ഈ ഒരു ആക്രമണം കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അതായത് പാലസ്തീൻ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഗാസ കേന്ദ്രീകരിച്ച് നടത്തിയിരുന്ന ഒരു ആക്രമണത്തിൽ നിന്ന് മാറി ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക്, മധ്യേഷ്യയിലേക്ക് ഈ ആക്രമണങ്ങൾ വരുന്നു എന്നുള്ളതാണ്. അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്ക പുലർത്തുന്നതാണ് ഇത്തരത്തിലൊരു ആക്രമണം എന്നുള്ള കാര്യത്തിൽ. ഖത്തർ ഏത് രീതിയിൽ പ്രതികരിക്കും എന്നുള്ളതാണ്. ഖത്തർ മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെ ഏത് രീതിയിൽ ഒരു പ്രതികരണം ഇതിനുണ്ടാവും എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. സൗദി അറേബ്യ മടങ്ങിയെത്താം. അങ്ങനെ വലിയ ഉഗ്രശേഷിയുള്ള സ്ഫോടനങ്ങളാണ് ഖത്തറിലേക്ക് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇപ്പോൾ